പൊന്നു മോളെ ഒന്ന് ഉറങ്ങ്. ഓ കരയല് കരയല് കരയല്. ഓ അമ്മ എന്റെ സയൻസ് നോട്ട് ബുക്ക് ഉണ്ടാ? ആടി നിന്റെ സയൻസ് നോട്ട് ബുക്കേ ആ പറമ്പിക്കൂടെ ഓർമ്മണ്ട്. ചെല്ലി അതിന്റെ പുറകെ ഓട്. അമ്മേ അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ. ആ അതെ അതെ. ആ എന്തു പറയാനാണ്. ആ ഓ അതിനെന്താണ്, എവിടെ ഞാനുണ്ടാവും, എവിടെ പോവാനാണ്? എനിക്ക് എവിടെയും പോവാനില്ലല്ല. ഇവളും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാനിവിടെ തന്നെ ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും. ആ ആ ആ ആ ആ അമ്മേ. ആ എന്നാ ശരി, എന്നാല് കുറച്ച് തിരക്ക് പിടിച്ച പണിയുണ്ടേ. ആ ശരി. ആ എത്ര നേരമായി ഞാൻ അമ്മനെ വിളിക്കണേ. ആരോടാണ് ഈ ഫോണിൽ സംസാരിക്കണത്? എടി മോളെ, നീ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന കാര്യം അറിയാൻ വേണ്ടി ഓരോരുത്തരും എന്തെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഏത് കോമ എന്നെ വിളിക്കാനാണ്? നീ ഇവിടെ വന്നാ എന്താണ്ട് കൊച്ചിനൊക്കെ എന്തുണ്ടെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിക്കണാണ് ഓരോരുത്തര്. എല്ലാരും കൂടി ഇന്ന് തന്നെ ഓടിയെത്തോ? മനുഷ്യനൊന്നും നടന്നു നിർത്താനുള്ള സമയം കിട്ടുമോ? ആരാ വിളിച്ചത് അമ്മനാ? ആദ്യം തന്നെ വിളിച്ചത് നിന്റെ അമ്മായി. അമ്മാവനെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവർക്ക് ഏതോ റിസപ്ഷൻ ഉണ്ടെന്നാ രംഗനാഥിലെങ്ങാണ്ടും. അപ്പൊ അവിടെ പോണേന് മുന്നായിട്ട് ഇവിടെ വന്ന് നിന്നെയും കൊച്ചിനെ കണ്ടിട്ട് പോവാലാന്നും പറഞ്ഞു. ആ റിസപ്ഷന് പോകുന്ന വഴിക്കാണെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാനേ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ആരെ വിളിച്ച അമ്മനാ? അത് കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരി അവൾ വിളിച്ചിരുന്നു. അവൾ ഇവിടെ അവളുടെ തറവാട്ടിൽ വന്നാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ആരും ഇല്ലെന്ന്, പൂട്ടിയിട്ടിട്ട് അവർ അമ്പലത്തിലെങ്ങാണ്ടും പോയേക്കാണെന്ന്. അവരൊരു ഉച്ചഴിമയ്ക്ക് ഇപ്പം എത്തും. അപ്പം ഇത്തിരി നേരം ഇങ്ങോട്ട് വറ്റടിയെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു ആ വാ, വന്ന് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ഓ എന്തിനാണ് ഈ ഉള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ചു തരുന്നത്? നമുക്ക് ഈ വേഷം കിட்ட എപ്പോഴും ഉള്ളതാണ് കേട്ടാ. കണ്ടവരെ മുഴുവൻ വിളിച്ച് ഇരുത്തി വർത്താനമാണ്. എടി അതെൻ്റെ ഒരു ഉറ്റ സുഹൃത്താന്ന് നിനക്ക് അറിയാൻ പറ്റുമല്ലോ, വടക്കേടത്താ ഉഷ. ആ അവളാണ്. പ്രീഡിഗിരിക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് പോയിരുന്നത്. ഒരു പാത്രത്തിലുണ്ട്, ഒരു വായ കിടന്ന് ഉറങ്ങിയിരുന്നവരാണ്. അവൾ വിളിച്ച് ഇവിടെ നീ ഉണ്ടാന്ന് ചോദിക്കും. ഇല്ലെന്ന് പറയണ എങ്ങനെയാ? ഇല്ലെന്ന് പറയാൻ കുഴപ്പമില്ല, പക്ഷെ എങ്ങാനും അവൾ സംശയം തോന്നിയിട്ട് അവൾ വന്ന് നോക്കും. നോക്കിക്കഴിയുമ്പോൾ എന്നെ ഇവിടെ കണ്ടാൽ പിന്നെ പുകിലായി. എന്തിനാണ് വെറുതെ വന്നിരുന്ന് കുറച്ചേരം ഇരുന്നിട്ട് പോയിക്കോളും. അയ്യോ എനിക്കറിയാം, ഉപദേശി ഉഷയല്ലേ. എൻ്റെ കല്യാണത്തിന്റെ തലേദിവസം വന്നിട്ട് അരമണിക്കൂറോളം എന്നെ ഈ റൂമിലിരുത്തി ഉപദേശിച്ചു വിട്ട തള്ള. ഓർമ്മയുണ്ട്. എടി മോളെ, അവൾക്ക് ഇഷ്ടമുള്ളവരെ അവൾ ഉപദേശിക്കുള്ളൂ. അവൾക്കൊരു മോളുണ്ടായിരുന്നു ചെറുതിലെ. 2 പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. ഒരു മോള് മരിച്ചുപോയി ചെറുതിലെ. അതുകൊണ്ട് ഏത് പെൺപിള്ളേരെ കണ്ടാലും അവൾക്ക് അവളുടെ കൊച്ചാന്ന് തോന്നുന്നു എന്നും പറയാറുണ്ട്. അത് കണ്ടിട്ടായിരിക്കും നിന്നെ ഉപദേശിച്ചത്. ഇനിയിപ്പോൾ എന്തെങ്കിലും വന്നിട്ട് പറഞ്ഞാൽ തന്നെ നീ ഒന്നും തിരിച്ച് പറയാൻ നിൽക്കണ്ട കേട്ടാ. ഞാനതിന് ആരോടും ഇപ്പോൾ ഒന്നും പറയാറില്ല. പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ 2 തിരിച്ചു പറയുമായിരുന്നു. ഇപ്പോൾ ഞാൻ തന്നെ ആകെ മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിപ്പോൾ ഒരു അമ്മയായി മാറിക്കഴിയുമ്പോൾ എല്ലാവരുടെ ജീവിതത്തിലൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ വരും. 2ാമത്തെ പ്രസവം ഇത്ര വൈകിയതുകൊണ്ട് തന്നെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ആകെ ആദ്യം കയറി എൻ്റെ അമ്മയെ എമ്പക്കം വിട്ട് മനുഷ്യൻ അവശതയായി. എത്ര അമ്പലങ്ങളിലാന്നാവോ നേർച്ചകൾ നേർന്നേക്കണത് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇനി കൊച്ചിനെ കൊണ്ട് കെട്ടിയവൻ്റെ വീട്ടിലോട്ട് പോയിട്ട് വേണം എനിക്ക് ഈ വഴിപാടിനൊക്കെ പോവാനായിട്ട്. അത് മതി, ഞാൻ അങ്ങോട്ട് പോയതിന് ശേഷം അമ്മ എവിടെ വേണമെങ്കിലും പോയിക്കോ. അവളെന്തി അമ്മേ? കുറച്ചു നേരം എല്ലാം കണ്ടിട്ട്. ഇപ്പൊ സയൻസ് ബുക്ക് കണ്ടാന്ന് ചോദിച്ച് കുറച്ച് മുമ്പ് ഇവിടെ വന്നിരുന്നു. അവളിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ബുക്കും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലാണ്ട് ഒരക്ഷരം വായിക്കണ കണ്ടില്ല. എന്തു പറഞ്ഞാലും അവൾക്ക് ദേഷ്യത്തിൽ ഇങ്ങനെ ഒരു നോട്ടോണം എന്നാ. എന്തേലും പറഞ്ഞപ്പോ തർക്കത്തരവും തിരിച്ചു പറയാനുണ്ട്. ഒന്ന് സഹായിച്ചൂടെ അവൾക്ക് എന്നാ? അവൾ ഇത്രയും വലുതായല്ലേ. എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും അമ്മാവക്ക് ചെയ്താലെന്താണ്, അമ്മാവക്ക് എന്താണ് എന്നൊക്കെ ചോദിക്കും. അവിടുത്തെ തള്ളയുടെ അതേ സ്വഭാവമായിട്ട് വന്നിട്ട് മോള്. എന്തു പറയാനാണ് അമ്മേ, അവളുടെ സ്വഭാവം ഇപ്പം അങ്ങനെയാണ്. എന്തു പറഞ്ഞാലും അവൾക്ക് ദേഷ്യമാണ്. നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ദേഷ്യമാണ്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ എന്തോ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടുകൂടി ടീച്ചറിനെ നോക്കിയെന്ന്. എന്തു പറയാനാണ്. എന്തായാലും ഈ പരീക്ഷയുടെ റിസൾട്ട് വരും, അറിയാം എന്താവുമെന്ന്. അവളെ വല്ല ട്യൂഷൻ ക്ലാസ്സിലും ചേർക്കടി. നിനക്ക് ഈ കൊച്ചിനെ വെച്ചുകൊണ്ട് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? സമയം കിട്ടുമോ? ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സമയം കിട്ടൂല. അപ്പോൾ വല്ല ട്യൂഷൻ ക്ലാസ്സിലും ചേർക്ക്. അല്ലാണ്ട് എങ്ങനെ ശരിയാവണത്? എന്തായാലും 3 മാസം കൂടി ഇങ്ങനെ പോട്ടെ. അവിടെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് എവിടെയെങ്കിലും ട്യൂഷൻ ചേർക്കാം. എന്തായാലും കൊച്ചിനെയും നോക്കലും അതുപോലെ അവളെ പഠിപ്പിക്കലും വീട്ടുപണി എല്ലാം കൂടി എനിക്ക് പറ്റൂല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തള്ളക്ക് പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ സൂക്കേടാണ്. എപ്പോഴും അസുഖമാണ്. എൻ്റെ തലവട്ടം കണ്ടാൽ മതി, അപ്പം കയറി കിടക്കും. എന്തായാലും നീ കൊച്ചിനെയും കൊണ്ട് 3-4 മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അതുവരെ അവർ തള്ള പണിയൊക്കെ ചെയ്ത് അങ്ങോട്ട് പഠിക്കട്ടെ. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പേ അടുക്കളയിൽ വന്നവരെന്നോട് പറഞ്ഞതാണ്. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് മോനെ കൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണതെന്ന്. അല്ലാണ്ട് മോന് കല്യാണ പ്രായം കഴിഞ്ഞിരിക്കണോണ്ടല്ല,
അവർക്ക് വയ്യാത്തോണ്ടാണെന്നും പറഞ്ഞാണ് അവര്. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ തന്നെ എനിക്ക് അന്നേരം അവരുടെ സ്വഭാവം മനസ്സിലായതാണ്. അത് ശരിയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എന്നോട് പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യാന്ന്. പിന്നെ ഓരോ ദിവസവും ഓരോ അസുഖങ്ങൾ പറയാറായി. കല്യാണം കഴിഞ്ഞ് കറക്റ്റായിട്ടൊരു 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അടുക്കള ഭാഗത്തോട്ടേ വരാണ്ടായി. പിന്നെ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചാൽ അവിടെ ഇരുന്ന് കഴിക്കും. അവിടെ തന്നെ പാത്രം വെച്ചുകൊണ്ട് പോവും. എച്ചിൽ പാത്രം കൂടി ഒന്ന് എച്ചിൽ മാറ്റി ഇടാനും സിങ്കി കൊണ്ട് ഇടാനും കൂടി തോന്നാത്ത വിധത്തിലായിപ്പോയി. തള്ളൊന്നും ചെയ്യൂല, വയ്യെന്നാ പറയണേ. എനിക്കൊക്കെ വെറുതെ ഇരുന്നാലാണ് പിന്നെ പാടില്ലാത്തത്. നീ ഇപ്പൊ പോയി കഴിയുമ്പോ പിന്നെ എനിക്ക് വെറുതെ ഇരിപ്പാണല്ലോ. അപ്പൊ പിന്നെ എനിക്ക് ഒട്ടും വയ്യ. ഓടി നടന്ന് പണിയെടുത്തോണ്ടിരുന്നാ ഒരു കുഴപ്പമില്ല. വെറുതെ ഇരുന്നാ പിന്നെ ഇരുന്നു പോയി. അയ്യോ, ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്തായിരുന്നു തിരക്ക്. 28 കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു അയ്യോ എനിക്ക് എന്റെ കൊച്ചിനെയും മരുമോളെയും കാണാണ്ടിരിക്കാൻ വയ്യേന്നും പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയത് അങ്ങോട്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എന്നോട് പറയാം മോളെ വെറുതെ കിടന്ന അസുഖം വല്ലതും വരും, മോളെ അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യും, അമ്മ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു തരാന്ന്. അവസാനം എന്തായി, അമ്മ കൊച്ചിനെ നോട്ടവും ഞാൻ അടുക്കളപ്പണിയായി. കൊച്ചിനെ നോക്കുവന്ന മര്യാദക്ക് ഇല്ല. കൊച്ചു കിടന്ന് അലമുറയിട്ട് കരഞ്ഞാൽ പോലും തള്ള കൂർക്കം വലിച്ച് ചേർന്ന് ഉറങ്ങും. പിന്നെ കൊച്ചിനെ നോക്കണം, വീട്ടുപണിയും ചെയ്യണം, എല്ലാം ഞാൻ തന്നെ. പക്ഷെ എന്താണ്, ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടന് വല്ല മനസ്സിലാവോ? ഇല്ല. ഇങ്ങനെയുള്ള ഉടായ്പ തള്ളമാർക്കൊക്കെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള മകനെയും കിട്ടും, അതുപോലെ തന്നെ ഭർത്താവിനെയും കിട്ടും. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. തുറന്നിട്ടേക്കാണല്ല. ആരുമില്ല എവിടാ? ആ വരണ് എടി. അപ്പൊ അടിഞ്ഞാറത്തെ രമണിയുടെ ഒച്ചനെ കേൾക്കണേന്ന് തോന്നണ്. അവളെ പശുവിനെയും കൊണ്ട് വന്നേക്കായിരിക്കും. കൊച്ചിനെ കാണാനെന്നും പറഞ്ഞായിരിക്കും ഇങ്ങോട്ട് കയറിയേക്കണം. അല്ലാണ്ട് എന്തിനു കയറണ്? ഭാഗത്തോട്ട് വരാത്തവളാണ്. കയ്യും കാലും കഴുകൂല. കൊച്ചിന് എടുക്കാൻ കൊടുക്കല്ലേ കേട്ടാ. കൊച്ചുറങ്ങിയെന്ന് ഞാൻ പറഞ്ഞോളാം. രമണി ചേച്ചിയാണാ? കൊച്ചിനെ കാണാൻ വന്നാണാ? ആ, ഞാനേ അപ്പുറത്തെ പറമ്പിൽ പശുവിനെ കെട്ടാൻ വന്നത്. അപ്പൊ കൊച്ചു വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞല്ല. അപ്പൊ കൊച്ചിനെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ച്. അയ്യോ, കുറച്ച് മുന്നേ വരായിരുന്നില്ലേ? കൊച്ചിപ്പൊ നല്ല ഉറക്കത്തിലാണ്. ആ, കുറച്ച് മുന്നേ ഇറങ്ങണമെന്ന് ഓർത്താണ്. അപ്പോഴാണ് ചാണകം വരാൻ വേണ്ടി ഗോപിച്ചേട്ടൻ വണ്ടിയായിട്ട് വന്നത്. ഗോപിച്ചേട്ടന് ഇപ്പൊ ആ പരിപാടിയാണ്. ആ, ഇപ്പൊ ചാണകത്തിന്റെ ബിസിനസ്സാണ്. എന്റെ കയ്യിൽ നിന്നല്ലേ ചാണകം എടുക്കാറ്. എന്നാ പിന്നെ രമണി ചേച്ചി വൈകിട്ട് കുളിച്ചൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് വാ. അന്നേരം ആകുമ്പോ കൊച്ചു എഴുന്നേറ്റിരിക്കും. അയ്യോ, എനിക്ക് അന്നേരം വരാൻ പറ്റൂല. എനിക്ക് തറവാട്ട അമ്പലത്തിലെ ദീപാരാധനക്ക് പോകണം. എന്നാ പോയിട്ട് നാളെ വാ. അയ്യോ, അത് പറ്റൂല. ഈ പഞ്ചായത്തിലെ ആര് പ്രസവിച്ചു വന്നാലും ആദ്യം കൊച്ചിനെ കണ്ടത് ഞാൻ. അതെനിക്ക് നിർബന്ധമാണ്. എനിക്ക് അങ്ങനെ കണ്ടില്ലെങ്കിൽ 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കാണുമ്പോൾ ഒരു ഇതല്ല. എനിക്ക് ആ പ്രസവിച്ച് കൊണ്ടുവന്ന പാടെ തന്നെ കാണണം. അതാണ് എനിക്കിഷ്ടം. എന്നാ പിന്നെ അതോട്ട് കയറി വാ. ആ, മോളെ ദേ രമണി ചേച്ചി. അല്ല, നീ അവള് രമാന്നല്ലേ വിളിക്കാറ്. ദേ രമ ചേച്ചി വന്നേക്കണ്. ആ, രമ ചേച്ചി വാവ ഉറങ്ങിയാണല്ലോ. ഉറങ്ങിക്കോട്ടെ. ഞാൻ ചുമ്മാ ഇങ്ങനെ വന്നെന്നുള്ളൂ. ചുമ്മാ ഒന്ന് കട്ടാ മതി. ചേച്ചി വാവനെ എടുക്കണ്ടാട്ടാ. ഇപ്പൊ ഒരു വിധം കിടത്തി ഉറക്കിയുള്ളൂ. വാ വിളിച്ചുകൊണ്ടിരിക്കുന്നു രാവിലെ തുടങ്ങി. ഓ, ഞാൻ എടുക്കണമെന്നില്ല. ഇതാരാണിനി? ആ, ഉഷയായിരിക്കും. അങ്ങോട്ട് ഇരിക്കട്ടാ. ഏത് ഉഷയാണെന്നാവോ വന്നത്? അത് അമ്മയുടെ കൂടെ പഠിച്ച ആളാണ്. ആ, ഞാനേ കുടുംബശ്രീയിലുള്ള ഉഷയില്ലേ, ഉഗാണ്ടയിൽ പണ്ടുണ്ടായിരുന്നു. അവളാന്ന് വിചാരിച്ചു. ആ, നീ എങ്ങനെ വന്ന്? ഓട്ടോയുടെ ശബ്ദമൊന്നും കേട്ടില്ല. നടന്നാണോ വന്നേ? ആ, ഞാൻ ബസ്സിനാടി വന്നത്. എനിക്ക് അറിയുന്ന ഒരു ബസ്സുകാരനായിരുന്നു. അയാൾ ഇവിടെ ഒന്ന് ചവിട്ടി തന്നു. ഞാൻ ഇറങ്ങി നടന്നു വന്നു. ആ, നീ കയറി വാ ഉള്ളിലോട്ടോ. വിരുന്നുകാരുണ്ടെന്ന് തോന്നണ്. ചെരുപ്പ് കിടക്കണ്ടല്ല. അയ്യോ, വിരുന്നുകാരൊന്നല്ല. രമണിയില്ലേ, പശുവിനെയൊക്കെ നോക്കണേ, പണ്ട് രമേച്ചി എന്നൊക്കെ വിളിക്കണത്. ആ, അവര് വന്നേക്കണത് വാവനെ കാണാൻ വന്നാണ്. നീ വാ. ഉറങ്ങല്ലേ? എനിക്ക് ആൾക്കാരെയൊക്കെ കാണണ്ടേ? കൊച്ചിനെ എടുത്താ? കൊച്ചുറങ്ങിയിരുന്നല്ല. എനിക്ക് കൊച്ചുങ്ങൾ ഉറങ്ങണണ്ടാലേ അങ്ങോട്ട് എടുക്കാൻ തോന്നും. എടുത്ത് മടിയിൽ വെച്ചിങ്ങനെ കളിപ്പിക്കണം. എനിക്കല്ലെങ്കിൽ എന്തോ പോലെയാണ്. ദേ ഉഷ വന്നേക്കണം.
ഉറങ്ങുന്ന കൊച്ചുങ്ങളെ അങ്ങനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കരുന്ന് ശാസ്ത്രമുണ്ട്. അതിനെന്താണ് കുഴപ്പം? കൊച്ചുങ്ങളെ മടിയിൽ വെച്ചല്ലേ ഓർക്കാറ്. അപ്പൊ ഉറങ്ങണ കൊച്ചിനെ മടിയിൽ വെച്ചോണ്ടിരുന്ന എന്താണ് ഇപ്പൊ കുഴപ്പം? ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓ എന്നാ കൊച്ചിനെ അങ്ങോട്ട് പിടിച്ചോ. ഇനിയിപ്പൊ ഞാൻ കൊച്ചിനെ എടുത്തെന്ന് പറഞ്ഞോണ്ട് ഒരു പ്രശ്നം വേണ്ട. ശാസ്ത്രം തോക്കേം വേണ്ട. സൈസ് സ്വഭാവമൊന്നും മിണ്ടണ്ട. കൊച്ചുറങ്ങട്ടെ, ഞാൻ ദേ ഇവിടെ ഇരുന്നോളാം. എന്തിയേ മൂത്ത കൊച്ചെന്തിയേ? അവള് ഇവിടെ എവിടെ എങ്ങാണ്ടുണ്ട്. കാർത്തു, ആഹാ കുഞ്ഞുമാവയുടെ ചേച്ചി വന്നല്ല. ഇനി കൊച്ചിനെയൊക്കെ നോക്കേണ്ടത് മോളാണ് കേട്ടാ. ഇനി എല്ലാ കാര്യത്തിലും അമ്മനെ ആശ്രയിച്ചൊന്നും നിൽക്കരുത്. മോൾ ഇത്ര വലുതായില്ലേ. അമ്മയുടെ അടുത്ത് കിടക്കുകയും ചെയ്യരുത്. അമ്മ ബാത്റൂമിൽ എവിടെയെങ്കിലും പോകുമ്പോൾ മോള് വേണം വാവനെ നോക്കാൻ വേണ്ടിയിട്ട്. അമ്മയുടെ അടുത്ത് തന്നെ എപ്പോഴും ശല്യപ്പെടുത്താനൊന്നും ചെയ്യരുതട്ടാ. ഇനി ജീവിതത്തിലെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കണം. മൂത്ത കൊച്ചല്ലേ. അച്ഛനമ്മക്കൊക്കെ ഇനി സ്നേഹം വാവനോടായിരിക്കും കേട്ടാ. അപ്പൊ വാവനെ നോക്കി ജീവിക്കണം മോളിനി ബാക്കിയുള്ള സമയം. എല്ലാവർക്കും വാവനെ തന്നെ ആയിരിക്കും ഇനി ഇഷ്ടം. മോളെ ആർക്കും ഇഷ്ടമല്ലായിരിക്കും. അപ്പൊ അത് കണ്ടറിഞ്ഞ് പെരുമാറിക്കോണം മോള് കേട്ടാ. നമ്മുടെ ചേച്ചി പോട്ടെ കേട്ടാ. പോട്ടാ. ശരി എന്നാ. പശു പണ്ടാറപ്പുല്ല് മുഴുവൻ തിന്നീർത്തിട്ടുണ്ടാവുന്നാവോ. ഞാൻ അവരെ വിളിച്ചിരുന്നു ഇവിടെ എത്താറായപ്പേ. അപ്പൊ അവര് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു 1/4 മണിക്കൂറും കൂടി പിടിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പോയിട്ട് കാര്യമൊന്നുമില്ല. അവർ ഗേറ്റ് അടക്കം പൂട്ടിയിട്ടാണ് പോവാറേ. അല്ലെങ്കിൽ ആ വരാന്തേക്ക് കയറിയിരിക്കുകയായിരുന്നു. അതിനെന്താടി ഇവിടെ വന്നിരിക്കുന്നതിന് എന്താണ് പ്രശ്നം? ഒരു കുഴപ്പമില്ല. ഇപ്പൊ പ്രസവം കഴിഞ്ഞ് കിടക്കണോണ്ടാണ് ഓരോരുത്തർ കാണാൻ വന്നത്. അല്ലെങ്കിൽ ആര് വരാനാണ്? ഇവര് വല്ല ആണ്ടും കൊല്ലെത്തിയാണ് വന്നത്. വല്ല ശനിയാഴ്ച രാത്രി വരും, ഞായറാഴ്ച രാത്രി പോവുകയും ചെയ്യും. ഒരു മോളും കൊച്ചുവേ. പിന്നെ അവൻ മരുമോനും ഇവിടെ നിൽക്കാറില്ല. ഒരു രാത്രി വല്ല നിന്നാലേ എന്തെങ്കിലും അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ. പിന്നെ ഉള്ള മോനാണെങ്കിൽ അവൻ തിരുവനന്തപുരത്തല്ലേ. അവൻ ആണ്ടും കൊല്ലെത്തിയാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. ഇനി അടുത്തത് ആരാണെന്നാവോ? ഇപ്പൊ വരാട്ടാ. ഓ കോളിമ്പല്ലടിച്ചുണ്ട് ആള് ഓടിപ്പോയാ? കാണുന്നില്ല. നാത്തൂനെ ഞാനാണിട്ടാ. നീയാണാ? വാ വാ. ഞാൻ ദേ കോളിമ്പല്ലടിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ പുതിയൊരു ചെടി കൊണ്ടെന്ന് വെച്ചേക്കണ്. അതിൻ്റെ ഒരു കൊമ്പ് തന്നെ പോകുമ്പേക്കേ. തരാടി തരാ. നീ കേറി വാ. ചേട്ടൻ കേറുന്നില്ലേ? ദേ അവിടെ പുറത്ത് നിൽക്കണ്ട് വണ്ടിമ്മ. കേറുന്നുണ്ടാ? പിന്നെ ഇത്രയും കുന്ത്രാണ സാധനങ്ങൾ കൈ പിടിക്കാൻ തന്നുകൊണ്ട് കേറണില്ലെന്ന് എങ്ങനെ കയറാനാണ്? കേറുന്നുണ്ടാത്തോട്ട്? ഇല്ല ഇല്ല. ഇല്ല ഇല്ല, കേറാൻ ചാൻസ് ഇല്ല. ഞാൻ കേറിയിട്ട് വരാട്ടാ. ചേട്ടൻ അവിടെ മലയും കൊണ്ട് നിൽക്കണല്ല. നിങ്ങൾ റിസപ്ഷൻ തന്നെ പോയതാണാ? റിസപ്ഷൻ എന്തായാലും പൈസയും മുടക്കി പോവല്ലേ, ഗിഫ്റ്റും കൊടുക്കണം. അപ്പം എന്തായാലും പോണ വഴിക്ക് കുറച്ച് ചെടികൾ കിട്ടിയപ്പോൾ അതങ്ങോട്ട് പറിച്ച് ഇത്രയായി. ഇനി റിസപ്ഷന് പോയിട്ട് വേഗം തിന്നിറങ്ങണം. അല്ലെങ്കിൽ ചെടിയൊക്കെ വാടിപ്പോവില്ലേ? സന്ധ്യയാകുമ്പോൾ നടാൻ പറ്റുമോ? അതിന് മുന്നേ പോയി നടാൻ വേണം. നന്നായി. നീ കയറി വാ. ഇതാരാണ്? അതെൻ്റെ കൂട്ടുകാരിയാണ് നാത്തൂനെ. കയറി വാ. അയ്യോ ഉറങ്ങിയാണല്ല. അമ്മനെ അപ്പടി പറിച്ചു വെച്ചേക്കാണല്ല. അച്ഛൻ്റെ നിറം കിട്ടി, അത് ഭാഗ്യമായല്ലേ. മൂത്തവളാണെങ്കിൽ നിന്റെ നിറമായതുകൊണ്ടേ അത്ര സുഖമില്ല. ഇത് കുറച്ച് കുഴപ്പമില്ല കേട്ടാ. എന്താണ്? ഹലോ, അറിയോ നമ്മളൊക്കെ സ്വന്തക്കാരാണ്. ഇത്രയും ഏജ് ഡിഫറൻസ് ഒക്കെ ഉള്ളതല്ലേ, കൊച്ചിനെ മാറ്റി നിർത്തണം നല്ലത് കേട്ടാ. അല്ലെങ്കിൽ ശരിയാവൂല. മൂത്ത കൊച്ചായിട്ടൊരു 10-12 വയസ്സിന്റെ വ്യത്യാസമില്ലേ? അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. പിള്ളേരെ ശ്രദ്ധിക്കണം. കുശുമ്പൊക്കെ കൂടുന്ന പ്രായമാണ് ഈ 12 വയസ്സേ. അപ്പൊ എന്തേനും പാവക്കുട്ടി വലുതായിട്ട് പാവക്കുട്ടിയുടെ അടുത്ത് കൊണ്ടുവന്നാ മതി ചേച്ചിനാ അല്ലേ? പിന്നെ നീ അധികം മൈൻഡ് ചെയ്യണ്ട. എന്തൊക്കെങ്കിലും പറഞ്ഞാൽ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇപ്പോഴത്തെ പിള്ളേർക്ക് വാശിയും ദേഷ്യമൊക്കെയാണേ. എന്തിനാണ്? പിന്നെ വലുതായില്ലേ, പഠിക്കട്ടെ. എല്ലാം ഓരോന്നൊറ്റൊക്കെ ചെയ്ത് പഠിക്കട്ടെ. വൈകിട്ട് ചേട്ടൻ വരും. അപ്പം അന്നേരം അവൾ അങ്ങോട്ട് പറഞ്ഞയക്കാന്നാ വിചാരിക്കണത്. അത് നല്ല കാര്യം തന്നെ. എന്നാ അമ്മായി ഇറങ്ങട്ടേട്ടാ. മാമ വണ്ടിയും ഇരിക്കാണ്. കുറച്ച് ചെടി കിട്ടിയിട്ടുണ്ടേ. അപ്പം റിസപ്ഷന് പോകും വേണമെങ്കിൽ ചെടിയൊക്കെ പറിച്ച് വണ്ടിയിൽ നിറഞ്ഞ്. ബൈക്ക് എടുത്താൽ മതി. ഞാനാണ് പറഞ്ഞ മഴയൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞു. ഇപ്പം ബൈക്ക് നിറഞ്ഞ്. പോണേട്ടാ, പോണേ. വലുതായിട്ട് വരാട്ടാ. ശരി എന്നാ. ശരി എന്നാടി.
ശരി കേട്ടാ. ചേട്ടൻ്റെ ഏറ്റവും ഇളയ പെങ്ങളാണ്. ചെടി എന്ന് പറഞ്ഞാൽ പിന്നെ ജീവനാണ് അവൾക്ക്. വീട്ടിൽ ചെടികളുടെ മേളമാണ്, കാട് പോലെയാണ് വീടാക്കി വെച്ചേക്കണത്. എന്നാലും ചെടിയുടെ കൊതി തീരൂല. ഞാനൊരു കുഞ്ഞു കഷ്ണം കൊമ്പെടുക്കണ്ട ചേച്ചി. ആ ആ എടുത്തോടി. കൊമ്പൊന്നായിരിക്കൂല, മൂടെ പാടി പൊക്കിക്കൊണ്ടു. ഒരു ദിവസം എന്നോടൊരു റോസ് കണ്ട്, ചേഞ്ചിങ് റോസ് ഇല്ല അത്, ഞാനത് ഭയങ്കര കാര്യത്തിൽ കൊണ്ടുവന്ന് വെച്ച്. ദേ ഇവള് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി അതിൻ്റെ ഒരു കൊമ്പ് എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ചട്ടിയപ്പാടി കാണാനില്ല, അത് ചട്ടിയപ്പാടി കൊണ്ടുപോയി. നിനക്കേ ഞാൻ കുടിക്കാൻ വല്ലതും കൊടുക്കട്ടെ? ഓ ഒന്നും വേണ്ടടി, അവരൊന്ന് വിളിച്ചു നോക്കട്ടെ. ഒരു ഭാഗം വെപ്പിൻ്റെ കാര്യമാണേ, ഇല്ലെങ്കിൽ ഞാൻ ഇത്ര ധൃതി പിടിച്ച് വരൂലായിരുന്നു. നമുക്കും കൂടി അവകാശം കിട്ടണ്ടാണേ. ഇതിപ്പോൾ അവരൊന്നും മിണ്ടാണ്ട്. ആ ഹലോ, എവിടെ എത്തി? ആ ആ ശരി ശരി. എത്താറായിട്ടുണ്ട്, ഒരു 10-15 മിനിറ്റും കൂടി എന്ന് പറഞ്ഞു. വന്നു കഴിയുമ്പോൾ വിളിക്കാമെന്ന്. അതിനിപ്പോൾ എന്താടി ഇവിടെ ഇരിക്കണേന്? ഇവിടെ നീ ഇരുന്നോ, അവർ വരട്ടെ, സമാധാനമായിട്ടിരിക്കി. ഹലോ, കൊച്ചിന്തല്ലേ ഉറങ്ങിയാണോ? ആ വാ വാ കയറി വാ. മോളുടെ നാത്തൂനാണ്, വാ. കൊച്ചിന്തള്ളെ നല്ല ഉറക്കത്തിലാണല്ലോ. കൊച്ചന്ന് കണ്ടേക്കാളും കറുത്തല്ല. അതെങ്ങനെയാണ്, മൂത്തത് കറുത്തിട്ടല്ലേ, അപ്പം പിന്നെ ഇളയതും കറുത്തിട്ടാവൂലേ. അവളുണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ അവളെയും കൂടി ഞാൻ കൊണ്ടുപോയേനെ. തറവാട് വഴിയാണ് ഞാൻ പോണതേ. വേണ്ട, ചേട്ടനെ വൈകിട്ട് വന്നുണ്ട്, അപ്പം ചേട്ടൻ്റെ ഒപ്പം അവളെ പറഞ്ഞു വിട്ടോളാം. ഓ അപ്പോൾ ഉറങ്ങിയിരുന്നില്ല, എന്നെ കണ്ടപ്പോൾ ചുമ്മാ കണ്ണടച്ച് കിടന്നായിരിക്കും. വെറുതെ അല്ല ഞാൻ എറിഞ്ഞു നോക്കിയത്, അപ്പോൾ കൊണ്ട് ഞാനേ വഴി പോയപ്പോൾ വെറുതെ കയറിയതാ. ശരി എന്നാ ഞാൻ ഇറങ്ങിയട്ടാ. ആ ശരി എന്നാ. അമ്മ പറയുന്നുണ്ടായിരുന്നു 28 കഴിയുമ്പോഴേക്കും കൊണ്ടുവരായിരുന്നു എന്ന്. അമ്മക്കാണെങ്കിൽ മൂത്തവളെയും ഇളയതിനെയും കാണാണ്ടിരിക്കാൻ പറ്റണല്ലോ പറയുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രസവം എന്തായാലും ഇത്ര നീണ്ടുപോയതല്ലേ, അപ്പം കുറച്ച് മാസം അവൾ ഇവിടെ നിൽക്കട്ടെ. ആ ഞാൻ പറഞ്ഞെന്നുള്ളൂ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. പോട്ടേട്ടാ. ഇങ്ങനെ ഇരിക്കണമെന്നുള്ളൂ, വിഷവിത്താണ് അവളാണ് ഇവളുടെ അമ്മായിയമ്മ തളനെ ഇളക്കി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്. ഭയങ്കര സാധനമാണ്. എന്നാൽ ഞാനും ഇറങ്ങട്ടെ, അവരെന്തായാലും എത്തിയിട്ടുണ്ടാവും. മോളോടെ ഞാൻ യാത്ര പറഞ്ഞോട്ടെ. മോളെ ഞാൻ ഇറങ്ങിയാണ്. ആ മോക്ക് ശരിക്കും എന്നാ മനസ്സിലായില്ലെന്ന് തോന്നണ്. മനസ്സിലായ ആൻറ്റി, എൻ്റെ കല്യാണത്തലേന്ന് വന്ന് എന്നെ കുറേ നേരം ഉപദേശിച്ച ആളല്ലേ. കല്യാണം കഴിഞ്ഞ് പിന്നെ അമ്മനോട് സംസാരിച്ചപ്പോൾ അറിയണത് നാട്ടിൽ ഉപദേശി ഉഷ എന്ന് പറയുന്ന ആളായിരുന്നു എന്നെ ഉപദേശിച്ചതെന്ന്. എനിക്കതുകൊണ്ട് ഓർമ്മയുണ്ട്. അത് ശരിയാ, എന്നെ കുറേ പേര് ഉപദേശി ഉഷ എന്ന് വിളിക്കാറുണ്ട്. അത് ഞാൻ ഉപദേശിക്കണോണ്ട് തന്നെയാണ്. പക്ഷെ ഞാനത് ഉപദേശമായിട്ട് പറയണല്ല, എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാ. നിങ്ങൾക്ക് അങ്ങനെയൊന്നും വരരുതെന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉപദേശമൊന്നും പിടിക്കൂല, അതൊക്കെ എനിക്കറിയാം. എന്നാലും പറഞ്ഞു പോകുവേ. മോളെ ഒരു കാര്യം ഈ ആൻറ്റി പറഞ്ഞോട്ടെ. ഓ വാവക്ക് പാമ്പർ ഉപയോഗിക്കണ്ട, അത് കൊള്ളൂല, തുണി ഉപയോഗിച്ചാൽ മതി എന്നല്ലേ പറയാൻ മോണെ? അല്ല, കിടന്ന് കൊച്ചിന് പാല് കൊടുക്കരുന്നായിരിക്കും അല്ലേ? അല്ല. ആ എന്നാൽ AC ഉള്ള മുറിയിൽ കൊച്ചിനെ കിടത്തരുന്നായിരിക്കും അല്ലേ? അല്ല മോളെ, ഇതൊന്നുമല്ലേ, പിന്നെന്താ? മോളെ ഈ വരുന്നവരും പോണവരൊക്കെ മൂത്ത കൊച്ചിനെ മാറ്റി നിർത്തണം എന്ന് മോളെ ഉപദേശിക്കണം ഞാൻ കേട്ട്. പക്ഷേ രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൂത്ത കുട്ടിനെയാണ്. അത്രയും നാൾ അവൾക്ക് കിട്ടിയ സ്നേഹവും സംരക്ഷണവും കരുതലൊക്കെ ഒന്നും രണ്ടാമത്തെ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ കിട്ടൂലെന്നറിയുമ്പോഴാണ് അവരുടെ സ്വഭാവത്തിന് വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. അത് കണ്ടറിഞ്ഞ് എല്ലാം ചെയ്യേണ്ടത് അമ്മയായ നമ്മളാണ്. നമുക്ക് എത്ര കുട്ടികളുണ്ടെങ്കിലും അവരെല്ലാവരെയും ഒരേപോലെ തന്നെ നോക്കണം. ഇല്ലെങ്കിൽ ഒന്ന് പോയി കഴിയുമ്പോഴുള്ള വിഷമം അത് ജീവിതകാലം മുഴുവൻ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. എനിക്കൊരു മൂത്ത മോളുണ്ടായിരുന്നു. രണ്ടാമത്തെ മോള് ഉണ്ടായപ്പോൾ മൂത്ത മോളെ ശ്രദ്ധിക്കുന്ന കാര്യം ഞാൻ വിട്ടുപോയി. പിന്നെ അവളുടെ പഠിത്തത്തിലും എല്ലാ കാര്യത്തിലും മുന്നോട്ടായിരുന്നവൾ പിന്നോട്ടായിപ്പോയി. ആരോടും മിണ്ടാണ്ടായി, വല്ലാത്ത ദേഷ്യം. അങ്ങനെ കുറേ നാൾ അങ്ങനെ കടന്നുപോയി. ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ എൻ്റെ രണ്ടാമത്തെ കൊച്ചിനെ അവളിങ്ങനെ പിച്ചിക്കൊണ്ടിരിക്കുക. എനിക്ക് ദേഷ്യം കയറി കുറേ അടി ഞാൻ അവൾക്ക് കൊടുത്തുണ്ട്. പൊടി എന്നൊക്കെ പറഞ്ഞു അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ കേൾക്കണത് മരിച്ചെന്നുള്ള വാർത്തയാണ്.
നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ മരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം. അതൊന്നും എനിക്ക് മനസ്സിലായി. അതിനുശേഷം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. മൂത്ത കുട്ടീനെയാണ് രണ്ടാമത്തെ കുട്ടി ഉണ്ടായതിന് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന്. അതൊരു ഉപദേശമായിട്ടൊക്കെ ചിലവർക്ക് തോന്നും, പക്ഷെ ഉപദേശിക്കണല്ല, എനിക്ക് വന്നത് വേറെ ആർക്കും വരാതിരിക്കാൻ പറയണാണ് മോനെ. ഇതുപോലൊരവസ്ഥ കൊണ്ടേ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മ പറയുന്ന കാര്യമാണ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഉപദേശിക്കണല്ലാട്ടാ. ഇറങ്ങട്ടെ എന്നാ.